കൊറോണയൊക്കെ വരുന്ന സമയത്തെ അതിന് മുമ്പ് ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗ്ഗമായിരുന്നു ഈ നെറ്റിപ്പട്ട നിർമ്മാണം. ഞാൻ, എൻ്റെ ചേച്ചി, ഞങ്ങൾക്ക് രണ്ടാൾക്കും പെൺകുട്ടികളുള്ളൂ. ഞങ്ങളൊക്കെ ഒറ്റയാൾ പട്ടാളങ്ങളാണ് കുടുംബത്ത്. അപ്പോൾ എനിക്കൊരു ചെറിയ തൊഴിലുണ്ട്. ചേച്ചിക്ക് അതെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് നെറ്റിപ്പട്ട നിർമ്മാണത്തിലേക്ക് കടന്നത്. അങ്ങനെ ഞങ്ങൾ അന്ന് ഗുരുവായൂർ, തൃപ്രയാർ ക്ഷേത്ര നടകളിലുള്ള 1-2 കടകളൊക്കെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടുകയും ഞങ്ങളുടെ സാധനം അവിടെ വിറ്റഴിച്ച് കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കൊറോണ വന്നത്. കൊറോണ വന്നപ്പോൾ ക്ഷേത്രങ്ങളെല്ലാം അടച്ചുപൂട്ടി. ക്ഷേത്രങ്ങൾ മാത്രമല്ല, ദേവാലയങ്ങളെല്ലാം കേരളം തന്നെ ലോക്കായി. ആ സമയത്ത് നമ്മുടെ ഈ നെറ്റിപ്പട്ട നിർമ്മാണത്തിൻ്റെ വിൽപ്പന ഇല്ലാതായി എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നാലോചിച്ചു. പിന്നെ ഒരു വഴിയും കണ്ടില്ല. എൻ്റെ ഒരു ചെറിയ തൊഴിൽ കൊണ്ട് മാത്രം ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോന്നു. പിന്നീട് നെറ്റിപ്പട്ട നിർമ്മാണം ഇല്ല. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലെത്തിയപ്പോൾ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചയച്ചു. ചേച്ചിയുടെ മോൾക്കൊരു ചെറിയ ജോലിയായി. അപ്പോൾ ചേച്ചിയുടെ കുടുംബത്തേക്ക് പോയി. ഞാൻ തന്നെയായി. അപ്പോൾ ഈ രാത്രി സമയങ്ങളിലൊക്കെ ഉറക്കം വരാനൊക്കെ ആയിട്ട് ഒരുപാട് താമസം. ആ സമയം ഇങ്ങനെ വെറുതെ മൊബൈലൊക്കെ നോക്കി കിടക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയം എങ്ങനെ ഒരു കാര്യക്ഷമമാക്കി എടുക്കാം എന്ന് ചിന്തിച്ചപ്പോഴാണ് വീണ്ടും നെറ്റിപ്പട്ടത്തിലേക്ക് കടന്നത്. ഇപ്പോൾ ഒരുപാട് സന്തോഷം, സമാധാനം, സർവ്വദൈവങ്ങളെയും കുടിയിരുത്തുന്ന ഒരു നല്ലൊരു കലാരൂപം എന്നൊക്കെ തന്നെ പറയാം അല്ലേ. അത് നമ്മുടെ സ്വയം കൈകൊണ്ട് സ്വയം ചെയ്യുകയും അപ്പോൾ അതിൻ്റേതായ ഒരു വ്രത ശുദ്ധിയൊക്കെ നമ്മളിൽ അറിയാതെ വന്നു പോകും. ഇറച്ചി മീനും കഴിക്കാതെ അല്ലെങ്കിൽ ചെയ്യുക. കുളി കഴിഞ്ഞിട്ട് നെറ്റിപ്പട്ടത്തെ തൊടുക, അത് ചെയ്യാനായിട്ടേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ശീലത്തിലേക്ക് മാറി വന്നു നമ്മൾ. നല്ല ശീലമാണല്ലോ അതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഹാപ്പിയാണ്. ഇപ്പം ഞാൻ ഈ ചെയ്തിരിക്കുന്നത് 3.5 അടിയുടെ ഒരു നെറ്റിപ്പട്ടാണ്. അപ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടോ ഒക്കെ ഇത് ഒന്ന് വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതും ഒരുപാട് നല്ല കാര്യമായിരിക്കും. പിന്നെന്താ, അയ്യോ എന്തോ പറയാമെന്ന് മറന്നുപോയല്ലോ. അതെന്തായിരിക്കും ഞാൻ പറയാൻ വന്ന കാര്യം? എന്താണാവോ ഓർമ്മയില്ല. ഇതാണ് നമ്മുടെ ഒരു വീടിൻ്റെ അകത്തളത്തിൽ ഹാളിൽ ഒക്കെ ഈ ഇങ്ങനെ ഒരു നെറ്റിപ്പട്ട ഒരു ആനച്ചന്തത്തോടു കൂടി കിടന്നാൽ അതിൻ്റെ ഒരു ഐശ്വര്യം വേറെ തന്നെയാണ്. ശരിക്കും നമ്മുടെ വീട്ടിലൊരു ആന ഉള്ളതിൻ്റെ പ്രതീതി നമുക്ക് തോന്നിപ്പോകും. ഈ നെറ്റിപ്പട്ട നമ്മുടെ ഹാളിൽ ഒരു അലങ്കാര വസ്തുവായിട്ട് കിടന്നാൽ അത് നല്ലൊരു ഐശ്വര്യം ആ കുടുംബത്തിന് ഉണ്ടാവും എന്നുള്ളത് 100% സത്യമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് ആരെങ്കിലുമൊക്കെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എനിക്കൊരു സഹായം കൂടിയാകുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ.